നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഔദ്യോഗികമായി ടാറ്റ ഗ്രൂപ്പിന് കൈമാറിയതോടെ അന്താരാഷ്ട്ര യാത്രികർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് എയർ ഇന്ത്യ ആയിരിക്കുകയാണ്. ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം കൃത്യസമയത്ത് പറക്കുമെന്നും ആളുകൾക്ക് വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എയർ ഇന്ത്യ സർവീസ് ഉപയോഗിക്കുന്നവർ നിരക്കുമാറ്റത്തേക്കാൾ കൂടുതൽ സൗകര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ യാത്രാ നിരക്കുകൾ മറ്റു വിമാന കമ്പനികൾ ഈടാക്കുന്ന നിരക്കുകൾക്ക് തുല്യം തന്നെ. അങ്ങനെ ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ. പറഞ്ഞു വന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ മുഴങ്ങിക്കേട്ട ശബ്ദമാണ് എയർ ഇന്ത്യ. കടവും ബാധ്യതകളും നിറഞ്ഞ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ എയർ ഇന്ത്യ വീണ്ടും ടാറ്റ ഗ്രൂപ്പിന്റെ കൈകളിലെത്തിയിട്ടുണ്ട്. 18,000 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ടാറ്റ ഗ്രൂപ്പ് സർക്കാരിൽ നിന്നും എയർ ഇന്ത്യയെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പേര് എയർ ഇന്ത്യക്ക് വന്നതെന്ന്? ടാറ്റ ഗ്രൂപ്പ് തന്നെ എയർ ഇന്ത്യക്ക് എങ്ങനെ ആ പേര് വന്നു എന്നത് വ്യക്തമാക്കി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. 1932-ൽ ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറുകയും എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യുകയുമായിരുന്നു. 1946-ൽ ടാറ്റ എയർലൈൻസ് ടാറ്റ സൺസിന്റെ ഒരു ഡിവിഷനിൽ നിന്ന് ഒരു കമ്പനിയായി വികസിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും പേര് നൽകേണ്ടി വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ കമ്പനിയായി ഇന്ത്യൻ എയർലൈൻസ്, പാൻ ഇന്ത്യൻ എയർലൈൻസ്, ട്രാൻസ് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നീ പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് ടാറ്റ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്ത ആദ്യ ട്വീറ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ആരാണ് എയർ ഇന്ത്യ എന്ന പേര് തീരുമാനിച്ചതെന്നത് വിവരിക്കാൻ 1946-ലെ ടാറ്റ പ്രതിമാസ ഈ ഉദ്ധരണിയാണ് ടാറ്റ ഗ്രൂപ്പ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എയർലൈനുകൾക്കായി അന്തിമമാക്കിയ 4 പേരുകൾ തീരുമാനിച്ചുവെന്നും കമ്പനിയുടെ ജീവനക്കാർ ഒരു വോട്ടെടുപ്പിലൂടെ എയർ ഇന്ത്യ എന്ന പേര് എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും വിവരിക്കുന്ന ഭാഗം ടാറ്റ ഗ്രൂപ്പ് ട്വീറ്റ് ചെയ്യുകയായിരുന്നു. 72 വോട്ടുകളാണ് എയർ ഇന്ത്യ എന്ന പേരിന് അനുകൂലമായി ലഭിച്ചത്. ഇന്ത്യൻ എയർലൈനിന് 58 വോട്ടുകൾ ലഭിച്ചു. അങ്ങനെയാണ് എയർ ഇന്ത്യ ഉണ്ടായത്. ബുള്ളറ്റിനിൽ നിന്നുള്ള ഭാഗം വ്യക്തമാക്കുന്നതും ഇതും തന്നെയാകുന്നു. അതേസമയം ഏറെ സവിശേഷതകൾ നിറഞ്ഞ് വീണ്ടും എയർ ഇന്ത്യ എത്തുമ്പോൾ പ്രവാസികൾക്കും ആഹ്ലാദമാകുകയാണ്. 300 തുടങ്ങി 350 ദിർഹത്തിനിടയിലാണ് യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിലവിലെ എയർ ഇന്ത്യ വിമാനയാത്രാ നിരക്കുകൾ ഈടാക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെല്ലാം സമാന നിരക്കുകളായിരിക്കും എയർ ഇന്ത്യ ഈടാക്കുക. ടാറ്റ ഗ്രൂപ്പിന് കീഴിലായതോടെ എയർ ഇന്ത്യ സർവീസ് സംതൃപ്തി നൽകുന്നുവെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സമയനിഷ്ഠ പാലിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യമായി യാത്രക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് അടക്കമുള്ള വിമാനങ്ങൾ കൃത്യസമയം പാലിക്കുന്നത് യാത്രക്കാർ സർവീസ് തിരഞ്ഞെടുക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാരും പറയുന്നുണ്ട്. ഭക്ഷണ സേവനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് എയർ ഇന്ത്യയിലെ യാത്രക്കാരുടെ അഭിപ്രായം എന്നത്. ഗുണമേന്മയുള്ള ഭക്ഷണത്തിന് പുറമെ വിമാന ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും യാത്രയിൽ സന്തോഷം നൽകിയെന്ന് ഞായറാഴ്ച കേരളത്തിലേക്ക് യാത്ര ചെയ്ത ഷാർജയിലെ ട്രാവൽ ഏജൻസി പ്രതിനിധി പാലക്കാട് സ്വദേശി സുരേഷ് വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.